ശ്രീ അഡ്വക്കേറ്റ് ആർ എസ് രാജീവ്, ഈ വയനാട് ദുരന്തത്തിൽ കേരളത്തിനെ സഹായിക്കാൻ ഈ കഴിഞ്ഞ 31-ാം തീയതി കേന്ദ്രം ഒരു 145 കോടി രൂപ കൊടുത്തു. അതുപോലെ ഒരുപാട് ആൾക്കാർ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എമൗണ്ട്, അതായത് പണം അയച്ചു കൊടുക്കുന്നുണ്ട്. അതിനൊട്ട് ഒരു പ്രയാസം നമുക്ക് ആർക്കും ഇല്ല. എന്നാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരള സർക്കാർ ഒരു ദൂർത്ത് നടത്തിയാണ്. അതായത് നവകേരള സദസ്സിൽ ക്ഷണക്കത്തടിച്ചവർക്ക് 7,35,00,000 രൂപ ഈ കഴിഞ്ഞ 2-ാം തീയതി കൊടുത്തിരിക്കുന്നു. വീണ്ടും ഒരു 3,50,00,000 രൂപ കൊടുത്തിരിക്കുന്നു. പരസ്യ ബോർഡ് കമ്പനിക്ക് 2.5 കോടി കൊടുത്തിരിക്കുന്നു. കലാജാഥ നടത്തിയവർക്ക് 47 ലക്ഷം കൊടുത്തിരിക്കുന്നു. ഈ സമയത്ത് ഈ ഒരു ദൂർത്ത് ആവശ്യമുണ്ടോ? അതിന്റെ വ്യക്തത എനിക്കില്ല. പക്ഷേ ഈ സമയത്താണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയല്ലാത്ത കാര്യമാണ്. കാരണം നവകേരള സദസ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ച ലക്ഷ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് എന്നുള്ള ലക്ഷ്യമാണ്. മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് എന്ന് പോകുന്ന ഒരു പരിപാടിക്ക് ഏതാണ്ട് ഒരു 13-14 കോടി രൂപയുടെ ചെലവിന്റെ ആവശ്യകത ഇല്ല. മുഖ്യമന്ത്രിക്ക് പോകാനുള്ള വാഹനം ഉൾപ്പെടെ വാങ്ങിക്കാൻ 1 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ദൂർത്ത് എന്നത് മനസ്സിലാക്കാം. മുഖ്യമന്ത്രി ജനങ്ങളെ കാണുവാൻ വേണ്ടി ജനങ്ങൾക്ക് കലാജാഥ കാണാനുള്ള ആവശ്യം ഈ നാട്ടിലില്ല. കാരണം സമാധാനപരമായിട്ടും നല്ല രീതിയിലുള്ള ആഹാരം കഴിക്കാനും ഒന്നും പറ്റാത്ത രീതിയിലുള്ള വിലക്കയറ്റം കൊണ്ടും എല്ലാം കൊണ്ടും പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് ശരിക്കും മുഖ്യമന്ത്രി ഈ കലാജാഥയുമായി ഇറങ്ങിയിരിക്കുന്നത്. പരിപാടികൾ വച്ച് ജനങ്ങൾക്ക് ആസ്വാദന ശേഷി എന്ന് പറയുന്ന ഒരു സാധനമില്ല. അങ്ങനെയുള്ള ജനങ്ങൾക്ക് മുമ്പിൽ കലാജാഥകളും മറ്റും നടത്തി ഒരു പൊറോട്ടം എന്താ പറയുക, മാമാങ്കമാണ് ശരിക്കും നടത്തിയത്. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാനോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ല ചെയ്തിട്ടുള്ളത്. അത് തികച്ച എന്തെന്ന് പറയാൻ തോന്നിവാസ പരിപാടിയായിട്ടാണ് ശരിക്കും ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. അതിന് ഇത്രയും ദൂരത്ത് വന്നിട്ടുള്ളെങ്കിൽ ഭയാനകം തന്നെയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും ഇറങ്ങുന്ന പത്ര റിപ്പോർട്ടുകൾ അനുസരിച്ചുകൊണ്ട് ഇത്രയും കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇപ്പൊ കവളപ്പാറ നമുക്കറിയാം, ഇനിയും ശാശ്വത പരിഹാരം കിട്ടാത്ത നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ആൾക്കാർ ഈ കേരളത്തിൽ വസിക്കുന്ന സമയത്താണ് കേരളത്തിൽ ജനങ്ങളോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ കൊടുത്ത, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്ത സാമ്പത്തികം ഉൾപ്പെടെ ഇവർ ദൂർത്തടിക്കുന്നത്. ഈ സമയത്ത് വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ഇങ്ങനെ ഈ പണം ചിലവാക്കേണ്ട ആവശ്യമുണ്ടോ? ദുരന്തത്തിൽ എല്ലാവരും സാമ്പത്തികം കൊടുക്കണം. ദുരന്തത്തിന്റെ കാര്യത്തിൽ കിട്ടുന്ന സാമ്പത്തികത്തിനകത്തൊന്നും BJPയെ സംബന്ധിച്ചോളം BJPക്ക് എളുപ്പമില്ല. കാരണം ഇത് വയനാട് ദുരന്തം കേരളത്തിലെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. കേരളത്തിന്റെ ദുരന്തം തന്നെയാണത്. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ അഭിപ്രായം പറയുന്നത്. പക്ഷേ ദൂർത്ത് സർക്കാർ ഒരുപക്ഷെ നടത്തുന്ന കാര്യത്തിനകത്ത് അത് ഇതുവരെയും കുറയ്ക്കാൻ വേണ്ടി സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവര് ദൂർത്തിന്റെ മാമാങ്കവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഏതൊരവസ്ഥയിലായിരുന്നു. ഈ അവസ്ഥയിൽ മാത്രമല്ല, ഈ അവസ്ഥയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് എന്നുള്ളതാണ്. പക്ഷേ എല്ലാ കാലഘട്ടത്തിലും അവർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്കൊരു നല്ല സാഹചര്യം ഒരുക്കാൻ വേണ്ടി സർക്കാരിന് ഇതുവരെയും സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാധനമാണ്. നന്ദി ശ്രീ ആർ എസ് രാജീവ്.